ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹാജുഡിറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിത്ത് ഗുണം 10 ഗുണം. വിത്ത് ഗുണം 10 ഗുണം എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. വിത്ത് നന്നായാലേ മുള നന്നാവുകയുള്ളൂ, വിത്തും മുളയും നന്നായാലേ വിളവും നന്നാവുകയുള്ളൂ. ഈ അനുഭവ യാഥാർത്ഥ്യം വിവാഹത്തിൻ്റെ കാര്യത്തിലും ശരിയാണ്. വിവാഹിതരാകാൻ പോകുന്ന ആണും പെണ്ണും അവരുടെ ബന്ധുക്കളും വിവാഹത്തിലേർപ്പെടുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാം അവയെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സൗന്ദര്യം, കുടുംബ മഹിമ, സാമ്പത്തിക ശേഷി എന്നിവയേക്കാൾ മതവിശ്വാസത്തിനും തഖ്വയ്ക്കും ഊന്നൽ കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശ്വാസവും തഖ്വയും ഇല്ലാത്ത ആളെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുകയും ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞ് സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്നതായിരിക്കണമെന്ന് കൊതിക്കുകയും ചെയ്യുന്നത് വെറുതെയാണ്. അടുത്ത രക്തബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹം നിഷിദ്ധമാണ്. അകന്ന ബന്ധുക്കൾ തമ്മിൽ വിവാഹം നിഷിദ്ധമല്ലെങ്കിലും അത് ഒഴിവാക്കുകയാണ് ഉത്തമം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ബന്ധുക്കളുമൊത്തുള്ള വിവാഹബന്ധം പല പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കും. ആ ബന്ധത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്ദ്യവും ശാരീരികവും മാനസികവുമായ പല കുഴപ്പങ്ങളും ഉണ്ടായിത്തീരാനിടയുണ്ട്. രക്തബന്ധമുള്ളവരുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടതിനു ശേഷം രാജ്യത്തിനും സമുദായത്തിനും അഭിമാനകരമായ ഒരു കുഞ്ഞ് പിറക്കണമെന്ന് മോഹിച്ചിട്ട് കാര്യമില്ല. വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും.